ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. സോയാബീൻ പെരട്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തിയാണ്. അതിൻ്റെ ഐറ്റംസാണ് കാണിച്ചിരിക്കുന്നത്, ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ സോയാബീനെ ചൂടുവെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നേരെ ഒരു പാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്ത ശേഷം ഈ പെരട്ടി വെച്ചിട്ടില്ലേ ആ സോയാബീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് പൊരിച്ച് നമ്മൾ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കോരി നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതാണ് ഇതായി കാണിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ അതിൽ തന്നെ നമ്മൾ കടുക് വറുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കടുക്, വറ്റൽമുളക്, നമ്മളെ കറിവേപ്പിലയും കൂടി ഇട്ട് സെറ്റാക്കിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ 3 ഐറ്റം മെയിനാണ്. അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, തേങ്ങ കൊത്തി എരിഞ്ഞത് അതിനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് സെറ്റാക്കി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് അതൊന്ന് കളർ ചേഞ്ച് ആവും. അപ്പോഴേക്കും നമ്മൾ അടച്ച് വെച്ച് 10 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് മയപ്പെട്ടു. അപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് തക്കാളി ആഡ് ചെയ്ത് അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമ്മൾ പൊരിച്ച് കോരി വെച്ചിട്ടില്ലേ സോയാബീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നല്ല മണം അടിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ മെയിനായിട്ട് മല്ലിയില ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എന്നാൽ അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഈ സോയാബീൻ പെരട്ട് കഴിച്ചത്. സൂപ്പറായിരുന്നു. ടാറ്റ ബേബി, സി യു.